ഫസ്റ്റ് ഉത്തരം തന്നെ തെറ്റിയിരിക്കുകയാണ് ഗൈസ്. ഓർക്കുന്നു തെറ്റെന്താ ഞാൻ എഴുതി. ഹലോ ചോറ് എന്തെങ്കിലുമൊക്കെ വീണ്ടും ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണം. പറ ബേക്കാച്ചി. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് അമ്മയെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഞാൻ അമ്മയോട് ചോദിക്കും. അമ്മ അത് പറയും. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ എഴുതുന്നുണ്ടായിരിക്കും. എൻ്റേത് ഞാൻ എഴുതും. അപ്പോൾ അത് തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്? അത് അമ്മ ആൻസർ പറയണം. ഇപ്പോൾ പറയല്ലേ, ഞാനിവിടെ എഴുതും. അത് എഴുതുന്നതും അമ്മ പറയുന്നത് കറക്റ്റ് ആണോ നോക്കണമല്ലോ. അപ്പം ഇത് നോക്കല്ലേ, ഓർത്ത് വെച്ചോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഓക്കെ അല്ലേ? ഓക്കെ. പറ. കറുപ്പ്. ഫസ്റ്റ് ഉത്തരം തന്നെ തെറ്റിയിരിക്കുകയാണ് ഗൈസ്. അല്ലല്ല, നോക്ക്, കാണാൻ പറ്റുമോ? ക്ലിയർ അല്ലല്ലേ, കാണാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. അതെന്താണ് നമ്മെ കാണാൻ പറ്റാത്ത? എന്താണോ എന്തോ കാണാൻ പറ്റണേ. എന്തായാലും ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന ബ്ലൂ ആണ് കേട്ടോ, കാണാൻ പറ്റണില്ല. പക്ഷെ അപ്പോൾ ആദ്യത്തെ ഉത്തരം തന്നെ തെറ്റിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്, രാവിലെ എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഞാൻ എഴുതട്ടെ, അപ്പൊ നോക്കല്ലേ. കറിയും വേണേ. ഓക്കെ, ഞാൻ എഴുതി. പാലപ്പവും കിഴങ്ങ് കറി. കറക്റ്റ് ആണ് ഗൈസ്, ഞാൻ അത് തന്നെ എഴുതിയേക്കുന്നത്. അത് അമ്മയ്ക്ക് നല്ലോണം അറിയാം. അമ്മ വെക്കുന്ന പാലപ്പം മറ്റേ പാലപ്പം കിഴങ്ങ് കറി, അത് മറ്റേ മഞ്ഞ കളറിൽ വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചില്ലേ, ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു മിനിമം 3, 4, 5 ഒക്കെ വരെ അപ്പം കഴിക്കും. അല്ലെങ്കിൽ കഴിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാലപ്പവും കിഴങ്ങറി. അമ്മ ഒന്നും മിണ്ടുന്നില്ല. അമ്മ എന്തെങ്കിലുമൊക്കെ മിണ്ടും. ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണം. അമ്മ ഇങ്ങനെ ചോദിക്കുന്നതിന് മാത്രം ഓരോന്ന് പറയുന്നുള്ളൂ. അപ്പം രണ്ടാമത്തെ ആൻസർ ശരിയാക്കി. ഞാൻ ഇവിടെ കൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് എത്രണ്ണം ശരിയാക്കിയെന്നേ. ഓക്കെ, അപ്പം മൂന്നാമത്തെ ചോദ്യം എന്താണെന്നാണ് ചോദിക്കാൻ പോകുന്നത്. മൂന്നാമത്തത്, ഓക്കെ, എൻ്റെ ഫേവറേറ്റ് പലഹാരം എന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ടൊക്കെ ഈ വറുത്തെടുക്കുന്ന പലഹാരമില്ലേ, എണ്ണയിൽ വറക്കുന്ന പലഹാരം, അങ്ങനത്തെ ബേക്കറി ഐറ്റംസും അങ്ങനത്തെയൊക്കെ പലഹാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പലഹാരം ഞാൻ എഴുതിയിട്ടേ പറയാനുള്ളേ. ഓക്കെ, ഓക്കെ, ഞാൻ എഴുതി. യെസ്, പറ. ബേക്കാച്ചി. അയ്യോ, അത് അമ്മയ്ക്ക് നല്ലോണം അറിയാന്ന് എനിക്കറിയായിരുന്നു. കാരണം അതേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇല്ല അമ്മ? അതെ, ഏത്തയ്ക്കാപ്പം, പഴംപൊരി. പല സ്ഥലത്തും ഇതിനെ പല പേരുകളൊക്കെ പറയല്ലോ. കാസർഗോഡ് ഭാഷയാണ്, അതിനൊരു സ്റ്റോറി ഉണ്ട്. വലിയൊരു സ്റ്റോറി ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ്, കൂടുതലായിട്ട് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണെന്നാ നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എഴുതി. പറഞ്ഞോളൂ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, ക്യാമറയിൽ നിന്ന് പോകുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ചുരിദാറാണ്. പക്ഷെ ഞാൻ എഴുതിക്കുന്ന ചുരിദാറെന്നല്ല, പാൻറ്റും ടോപ്പും ഉണ്ടല്ലോ, നമ്മള് കുർത്ത പോലെ ഇടുന്ന പാൻറ്റും ടോപ്പും. ചുരിദാർ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ചുരിദാറും അത് വേറെ ചേരുന്നത് ചുരിദാർ. എനിക്ക് വരാ. അപ്പൊ നാലാമത്തെ ശരിയായോ? കൊടുക്കാം അല്ലേ, കുഴപ്പമില്ല. അപ്പൊ നാലാമത്തെ ഉത്തരവും ശരിയായിരിക്കുകയാണ്. ഇനിയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിള്, പച്ചക്കറി. ഏറ്റവും ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമല്ലോ അമ്മ, അപ്പം കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള പച്ചക്കറിയെ, അതെന്തും ആകാം കേട്ടോ. ഓക്കെ, ഇത് പച്ചക്കറി ആണോ? കാണാൻ തോന്നുന്നു. ഓക്കെ,
പറയട്ടെ? ഞാൻ എഴുതി പറ. കാബേജ്. യെസ്, സത്യമാണ് കേട്ടോ. ഇന്നലെ രാത്രിയും കൂടെ എന്താണ് ക്യാബേജിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവിടെ തേങ്ങ ഇല്ലാത്തോണ്ട് അമ്മ ക്യാബേജ് മേടിക്കണ്ട, ബീട്രൂട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം ഇതും ശരിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. ആപ്പിള്, ഓറഞ്ച്, അങ്ങനത്തെയൊക്കെ ഓരോ ഇതുണ്ടല്ലോ, എന്താണ് മുന്തിരിങ്ങ, അങ്ങനത്തെയൊക്കെ ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്. ഓക്കെ, ഞാൻ ഇതിരിക്കാണ്. അയ്യോ പെട്ടെന്ന് പോയോ? ഇല്ല, പറഞ്ഞോ അമ്മേ. ഓറഞ്ച്. അറിയാം, പുള്ളിക്കാരിക്ക് അറിയാം, എല്ലാം അറിയാം. സത്യമാണ് കേട്ടോ, ഞാൻ ഓറഞ്ചാണ് എഴുതിയേക്കുന്നത്. എപ്പോഴും ഞാൻ അമ്മയോട് പറയും, കോട്ടയത്ത് 2 കിലോ 3 കിലോ ഓറഞ്ചിനൊക്കെ 100 രൂപയുള്ളൂ, എനിക്ക് പൈസ അതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വരാന്നൊക്കെ എപ്പോഴും പറയും. അതും അപ്പം ശരിയായി. ഇത്രയും ചോദിച്ചാൽ ഒരെണ്ണം മാത്രമേ തെറ്റ് പറഞ്ഞുള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ. എല്ലാം അറിയാം, അമ്മയല്ലേ, എല്ലാം എനിക്കറിയാൻ മേലെങ്കിൽ പിന്നെ അതുകൊണ്ട് ചിലപ്പോ എല്ലാം ശരിയാകത്തില്ല. എന്നാലും നമുക്ക് ചോദിക്കാം. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഓക്കെ അല്ലേ? സബ്ജക്റ്റ് എഴുതുവാണേ. ഞാൻ പഠിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എഴുതിയിരിക്കണം. എന്താ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്? ഹിസ്റ്ററി. തെറ്റിപ്പോയി. സംഭവം ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്. ഹിസ്റ്ററി ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത സബ്ജക്റ്റാണ്. പക്ഷേ ഞാൻ +1 +2 സയൻസ് പഠിച്ചുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം കെമിസ്ട്രിയാണ് ഗൈസ്. ഞങ്ങളുടെ +2 കെമിസ്ട്രി പഠിപ്പിച്ച മിസ്സിനെ ഞാനിപ്പോൾ ഓർക്കുന്നു. ഞങ്ങളുടെ സാജിദാമ്മയെ ഞാനിപ്പോൾ ഓർക്കുന്നു. കെമിസ്ട്രിയാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടില്ല, ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കുകയാണേ. ഞാൻ വെജാണോ നോൺ വെജാണോ എന്ന് പറയണം. ഇപ്പം പറയില്ല, ഞാൻ എഴുതട്ടെ കേട്ടോ. വെജാണോ നോൺ വെജാണോ എന്ന്. ഓക്കെ, അമ്മ നോക്കല്ലേ ഇതിനകത്തോട്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. അപ്പോൾ ഞാൻ എഴുതി ഗൈസ്. പറയൂ അമ്മേ, ഞാൻ വെജാണോ നോൺ വെജാണോ? നോൺ വെജ്. അല്ല, വെജെന്നാ ഞാൻ എഴുതിയേ. ഞാൻ വെജെന്നാ എഴുതിയേ. വെജ് പച്ചക്കറിയല്ലേ? അല്ല, അങ്ങനല്ല. എനിക്ക് വലിയ താല്പര്യമില്ലല്ലോ മറ്റേ ചിക്കനും മീനിനോടും. പക്ഷെ ഞാൻ കഴിക്കും, അതാണ്. ചിലതൊക്കെ കഴിക്കത്തുള്ളൂ, എല്ലാം ഒന്നും കഴിക്കത്തൊന്നുമില്ല. അങ്ങനെ താല്പര്യം, എനിക്ക് ഇന്നത് വേണമെന്ന് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു, കാരണം ചിക്കൻ ഇഷ്ടമാണ്. പക്ഷെ അധികം ഒന്നും ഞാനല്ലേ ഇന്നത് ചിക്കനേ വേണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ വേണം, മീൻ വേണം, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ചിക്കനോടും മീനോടും എനിക്ക് അങ്ങനെയുള്ള പ്രിയമൊന്നുമില്ല. ചിക്കൻ കഴിക്കും നന്നായിട്ട്. നന്നായിട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ഇക്ലിയിട് നമ്മൾ ചിരിക്കുമ്പോൾ ചിക്കൻ കൊതി അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞിലെ അങ്ങനെയൊക്കെ നമ്മൾ ഈ എന്താണ് UP-യിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതും കറക്റ്റായി. നെക്സ്റ്റ്, ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണ്? കറി എന്ന് പറയുമ്പം ഒഴിച്ച് കറിയല്ല, അല്ലാണ്ടുള്ള കറി എന്താണ്? അപ്പം ഞാൻ എഴുതട്ടെ. കറി എന്നാണോ അമ്മ അതിന് പറയുന്നത്? ഉച്ചയ്ക്കത്ത് ചോറ് കഴിക്കുമ്പോൾ അതിനകത്ത് ഒഴിക്കുന്ന കറിയല്ലേ ഇഷ്ടമുള്ള? എന്ന് വെച്ചാൽ ഒഴിച്ച് കറിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റേ അല്ലാണ്ടുള്ള ഇങ്ങനെ വിഭവങ്ങൾ. ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. സാമ്പാറും കാബേജും കൂടെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ കടുകും മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. വികാരം. ഒരു മീൻ വറുത്തത്. അതെ, എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഞാനിവിടെ ക്യാബേജ് തോരനാണ് എഴുതിയേക്കുന്നത്. എനിക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടമല്ല, കൂടുതലൊന്നും വേണമെന്നൊന്നുമില്ല. മീൻ വേണം, ചിക്കൻ വേണമെന്നൊന്നുമില്ല. ഒരു ക്യാബേജ് തോരനും ഒരു സാമ്പാറും ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗമാണ്. അതുപോലെ തന്നെ ഒരു മോരും ഒരു വൻപയറോ ചെറുപയറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗമാണ്. അതൊക്കെ അത് രണ്ടൊന്നും മതി, ഞാൻ നല്ലോണം ചോറുണ്ണു. അല്ലാണ്ട് ചിക്കൻ വേണം, മീൻ വേണം, ഒരു സ്പൂൺ ചോറ് അങ്ങനല്ല. അമ്മ നമുക്ക് വയറ് നിറയുന്നത് അനുസരിച്ച് നമ്മൾ കഴിക്കൂല്ലോ. ഇപ്പൊ പകുതിക്ക് നമ്മൾ ഇട്ടിട്ട് പോവില്ലല്ലോ. പക്ഷെ ഒരു സ്പൂൺ ചോറാണ് കഴിക്കുന്നത്. അപ്പൊ അതാണ് ഇത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനാണെങ്കിൽ ഒരു ഇത്ര ഫുഡ് പറയും, ഒരു 5 ഫുഡ് പറയും. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് പറയണം. ഉറക്കം വരുന്നത് അമ്മ. ഓക്കെ, പറയട്ടെ. മന്തിയാണോ? ഓർത്താണേ, മന്തി, ബിരിയാണി,
പൊറോട്ട, ദോശയും സാമ്പാറും, സദ്യ. ഇതിൽ ഈ 5 എണ്ണത്തിനകത്ത് ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മന്തി, ബിരിയാണി, പൊറോട്ട, ദോശയും സാമ്പാറും, പിന്നെന്താണ് ദോശയും സാമ്പാറിൻ്റെ മസാല ദോശ, പിന്നെന്താണ് പിന്നെന്താ പറഞ്ഞു, സദ്യ. ഇതിലേതാണ് എനിക്കിഷ്ടം? ഞാൻ എഴുതട്ടെ. ആ പറഞ്ഞു. പൊറോട്ടയും ബീഫും. തെറ്റി. എനിക്കതല്ല ഇഷ്ടം, മസാല ദോശയാണ് ഇഷ്ടം. ചേച്ചിക്കാ പൊറോട്ടയും ബീഫും ഇഷ്ടം അല്ലേ? ചേച്ചിക്ക് എനിക്ക് മസാല ദോശ ഇഷ്ടം. മസാല ദോശ അതെ, എനിക്ക് മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആര്യാസ് വീട്ടിലുണ്ടാക്കി കൊടുത്താൽ കഴിക്കത്തുമില്ല. നമ്മൾ കടയിൽ പോയത് കഴിക്കണം, എങ്കിലും അതിൻ്റെ ആ സാമ്പാറും ആ ചമ്മന്തിയും ആ ചട്നിയും പിന്നെ ഒരു ഇത് ഉഴുന്നുവട കിട്ടുമല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കഴിക്കണം. എന്റെ പൊന്നോ, കിട്ടത്തില്ല. അത് ശരിയാ. പൊറോട്ടയും ബീഫും ശരിയാ ഇഷ്ടമാ, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കടയിലെ പൊറോട്ടയാ. മസാല അമ്മേ മസാല ദോശയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ്. എന്തുവാ കൈയിട്ട് എന്തോ കാണിക്കാൻ വരും, എന്തുവാ ഒന്നുമില്ല, ഇങ്ങനെയെല്ലാം കാണിക്കാന്നില്ല, കാണിച്ചോ? അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.